സഹൃദയരെയും അങ്ങനെ വെൽക്കം ടു ഡയറിയുടെ 7ാമത്തെ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ എന്തിനാണോ കാത്തിരുന്നത്, അതിനുള്ള പ്രതിഫലം എന്ന രീതിയിലാണ് ഈ എപ്പിസോഡിന്റെ വരവ്. അതിന് മാത്രം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒട്ടും നിരാശപ്പെടേണ്ടി വരുന്നതേയില്ല. ആദ്യ ഭാഗത്തിൽ തന്നെ കഥ ആരംഭിക്കുന്നത് 1908 ഒരു കഥാതന്തുവിൽ നിന്നാണ്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പെന്നിവൈസ് ജീവിച്ചിരുന്നത്. യഥാർത്ഥ പെന്നിവൈസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൊന്നായിരിക്കണം ആ രൂപവും കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഒറിജിനൽ പെന്നിവൈസ്, ദ ക്ലൗഡ്, ഡാൻസിങ് ക്ലൗഡ്. അവിടെയുള്ള കുട്ടികളുടെ എല്ലാം പ്രധാന ആകർഷണ വസ്തു തന്നെ ഇദ്ദേഹമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇദ്ദേഹത്തിന് തന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഇദ്ദേഹത്തിന്റെ രൂപപടങ്ങൾ അതുപോലെ തന്നെ അനുകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ പെന്നിവൈസിന്റെ ഒറിജിനൽ ഡാൻസും ഇദ്ദേഹം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിഗ്നേച്ചർ ഡാൻസ് ആണ് പെന്നിവൈസിന്റെ. അത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ചുവന്ന ബലൂണുകൾ, അത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്. അതും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചാണ്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആരാധന ഇതെല്ലാം അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ദൂരെ നിന്ന് വീക്ഷിക്കുന്നതാണ് നമ്മുടെ അപ്പോൾ ഏതോ ഒരു കൊച്ചു ചെറുക്കന്റെ രൂപത്തിലാണ്. അത്രയും നർമ്മപ്രധാനമായി തന്ത്രങ്ങളൊന്നും അദ്ദേഹം ഇപ്പോൾ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് മിക്ക കഴിവുകളും, കുട്ടികളെ ആകർഷിക്കാനുള്ള കഴിവുകൾ അദ്ദേഹം പകർത്തിയെടുത്തതെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ പെന്നിവൈസിന്റെ മകളുമായി ഒരു കൂടിക്കാഴ്ച. നമ്മുടെ വലിയ നെയ്സ് തള്ളയാണിത്. നെയ്സ് തള്ളയെ കൊച്ചിലെ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ഈ ക്ലൗണിന്റെ മകളായിരുന്നു അദ്ദേഹം. അങ്ങനെ അതിൻ്റെ ഒരു തീരുമാനമായിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മകൾക്ക് വേണ്ടിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ സർക്കസ് ഒന്നും ഇല്ല, ഇപ്പോൾ ഇവിടേക്ക് തന്നെ ചെറിയ കാരണങ്ങളിലൊക്കെ പോയി പിള്ളേരെയും പഠിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇനി തൻ്റെ മോളെയും തൻ്റെ പിൻഗാമിയാക്കാനായിരുന്നു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വളരെ സന്തോഷമായി മുന്നോട്ട് പോയപ്പോഴാണ് രാത്രി ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഒരു മൂലയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുകയാണ്. ഏതോ കാട്ടിൻ്റെ മൂലയിലാണ്. അങ്ങനെ അദ്ദേഹം അടുത്ത പരിപാടിക്കുള്ള സമയമൊക്കെ നോക്കി നിൽക്കുമ്പോൾ കാട്ടിനിടയിൽ നിന്നും ഒരു കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതും ഒറ്റയ്ക്ക്. പരിപാടി കാണാൻ വന്നായിരിക്കും ആദ്യം വിളിച്ചു. പക്ഷെ അവൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ കളലക്ഷണം ഉണ്ടെന്ന്. ഇദ്ദേഹം ആദ്യം മൈൻഡ് ചെയ്തില്ല. അവൻ ചോദിക്കുകയാണ്, കുട്ടികളെല്ലാം തങ്ങളിൽ ഭയങ്കര ആകൃഷ്ടരാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അവർ അപ്പോഴേ അവൻ പറഞ്ഞു, ചെറിയ വായിൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. അതിനുശേഷം പറയുകയാണ്, എൻ്റെ അച്ഛനെയും അമ്മയും കാണാനില്ല, കണ്ടുപിടിച്ച് തരാൻ സഹായിക്കാമെന്ന്. അപ്പോൾ ആ കാട്ടിൽ നിന്ന് ഒരു വിളിയൊക്കെ വന്നു ഒരു പെൺകൊച്ചിൻ്റെ. പറഞ്ഞു അതെൻ്റെ അമ്മയാണ്, വരൂ ഇങ്ങോട്ട് പോകാമെന്ന്. പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് അവിടെ എല്ലാം അച്ഛനെ തേടി ആദ്യത്തെ യാത്ര മോള് തുടങ്ങി. മോള് നോക്കിയപ്പോൾ അച്ഛൻ്റെ കർഷീപ്പിൽ രക്തക്കറയുമായി ഒരാൾ കൊണ്ടു കൊടുത്തു. വല്ല കഴുതയോ പുലിയാവലെ പിടിച്ചായിരിക്കാൻ അങ്ങേര് പറഞ്ഞത്. അതായിരിക്കും സാധ്യത അല്ല അവിടെ സംഭവിക്കാൻ. അങ്ങനെ അവിടെ അവസാനിച്ചു കഥകൾ. ഇങ്ങനെയാണ് നമ്മുടെ പെന്നിവൈസിൻ്റെ രൂപം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് അവസാന എപ്പിസോഡ് എവിടെ നിന്നത്, നാട്ടുകാർ നമ്മുടെ പട്ടാളക്കാരെ സൈനികരെ കൂട്ടത്തോടെ തല്ലാൻ വരുന്നു. അവിടെയാണ് നിന്നത്. അവിടെ നിന്നും നമുക്ക് വീണ്ടും ആരംഭിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അകത്ത് നിന്ന് ഒരു പെൺതരിയുമായി നമ്മുടെ യുവാവ് വെളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു സംഘം നാട്ടുകാർ. അപ്പോഴേ കേറ് അദ്ദേഹം പേടിച്ച് അകത്തേക്ക് കയറി യുവമാർ തോക്കുമായിട്ട് അകത്തോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണ്, തിയേറ്റർ ഉടമയെ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരെയുമായി നമ്മളൊന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതിയായപ്പോൾ പട്ടാളക്കാരുടനെ ചാടി ഇറങ്ങി വന്നു നിന്നു. അത് കാണണമല്ലോ, ധൈര്യമുണ്ടെങ്കിൽ അകത്തേക്ക് സെർച്ച് ചെയ്ത് നോക്കണേ, കാണാമെന്ന്. ഇത് കണ്ടപ്പോഴേ നമ്മുടെ തിയേറ്റർ ഉടമ ചാടി ഇറങ്ങി, എൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇനി വേണ്ട, നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളൂ, എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വന്നു. അപ്പോഴേ നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനം വന്നു. വളരെ നല്ല തീരുമാനം, വരൂ. അപ്പോഴേക്കും ഇത് സൈനികർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്ന് ഒരുത്തനെയും കൊണ്ടുപോകില്ല, കാണണത്. അപ്പോൾ കൂടുതൽ രംഗങ്ങൾ വഷളാവാൻ തുടങ്ങി. അവരുടെ കയ്യിൽ തോക്ക്, ഇവരുടെ കയ്യിൽ തോക്ക്, എല്ലാവരുടെ കയ്യിലും തോക്ക്. അപ്പോൾ അവരുടെ കയ്യിലും തോക്ക് കണ്ടപ്പോൾ നല്ല രീതിയിൽ പോകില്ല എന്ന് മനസ്സിലായ നാട്ടുകൂട്ടം, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കീഴടങ്ങി, നമ്മൾ പോകുന്നു, നമ്മൾ ഇതിലില്ല എന്ന് പറഞ്ഞ് അവർ വെളിയിലേക്ക് പോവുകയാണ്. കമാൻ ബോയ്സ്, ഇതിൽ തലയിടാൻ പാടില്ല, അവരുടെ കയ്യിൽ തോക്കുണ്ട്, റിസ്ക് ആണെന്ന്, നമ്മൾ ചാവും. അതുകൊണ്ട് അപ്പോഴേ അവർ വെളിയിലിറങ്ങി. ഓക്കെ നിങ്ങൾ നമ്മൾ പിൻബാക്കുന്നു, നിങ്ങൾ കേരി ഓൺ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്ന രീതിയിൽ അവർ വെളിയിറങ്ങിപ്പോയതിന് ശേഷം അവർ വെളിയിൽ നിന്ന് കഥ അങ്ങ് പൂട്ടി. ഇതൊരു ആർമി ബേസ് ആയതുകൊണ്ട്, ഇപ്പോൾ ആർമി ബേസില്ല, പഴയൊരു ആർമി ബേസ് ആയിരുന്നു. അത് മാത്രമല്ല ഇതൊരു വെയർ ഹൗസ് ആണ്. അകത്തുനിന്ന് ലോക്ക് ചെയ്താൽ വെളിയിലോട്ട് പോകാനും വെളിയിൽ നിന്ന് അകത്തോട്ട് കയറാനും പറ്റില്ല. അത് സംഭവം അവർക്ക് ചെറുതായിട്ട് പണി പാളി. വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തപ്പോൾ വേറെ വഴിയില്ല. ഇനി അവന്മാർ മിക്കവാറും ഇതിന് തീയിടും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സാധാരണ എങ്ങനെയാണല്ലോ, പ്രശ്നമില്ല. നമ്മൾ ചെറുക്കനില്ലാത്തതുകൊണ്ട് ദൈവം ചെറുക്കനൊന്നും വരുത്തരുതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ചെറുക്കൻ മാത്രമല്ല, ആ പെണ്ണുകൊണ്ട് അവൻ്റെ കാമുകി പ്രണയിനി അവിടെ എത്താനും കുഴപ്പമില്ല. അവളെ ചാവേണ്ടവളാണ്, അവൾക്ക് നേരത്തെ ചാവേണ്ടതല്ല. ഇപ്പോഴേ ഇത്രയും എപ്പിസോഡൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പയ്യന്മാർ വെളിയിൽ നിന്ന് പരിപാടി അറിയാം. അപ്പോഴേ ഒരു ജനലങ്ങ് അടിച്ച് പൊട്ടിച്ച്, ജനൽ പോലത്തെ ഒരു സംഭവം അതടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു മോൾട്ടോ അങ്ങ് എടുത്തെറിഞ്ഞു. ശുഭം 1-2 മോൾട്ടോ ഇല്ല, പിന്നെ ആ ഫുൾ അതങ്ങ് കത്തിച്ചു പോകാൻ 4 സൈഡും തീയിട്ടു. ഒരുത്തനും വെളിയിറങ്ങൂല. എന്നിട്ട് അവന്മാർ എല്ലാം വളഞ്ഞു, ബിൽഡിങ് ഫുള്ള് അവരിങ്ങ് വളഞ്ഞു. വെളിയിറങ്ങി വന്നാൽ അവർ വെടിവെച്ച് കൊല്ലും എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. തീ മൂട്ടിക്കണ്ടപ്പോഴേ മെൻ്റലിസ്റ്റ് പരിപാടി തുടങ്ങി. ഏത് വഴി ഇറങ്ങി ഓടാം, എങ്ങനെ രക്ഷപ്പെടാം എന്നായിരുന്നു മെൻ്റലിസ്റ്റിൻ്റെ കണക്ക് കൂട്ടലുകൾ. അതുകൂടെ അവിടെ മൊത്തം അരിച്ച് പെറുക്കി അവസാനം ഒരു ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു ഓട്ട കണ്ടു അദ്ദേഹം.
അപ്പോഴേക്കും ആ പണ്ട് ചത്തുപോയ എല്ലാ പ്രേതങ്ങളും അവിടെ എത്തിയിരുന്നു. ഉടനെ തന്നെ അവിടെ എത്തി. ഇദ്ദേഹം അത് കണ്ടു. ഇദ്ദേഹത്തിന് രക്ഷപ്പെടണോ, ഇനി ഇവിടെ നിന്ന് പോകണോ, എന്താണ് സംഭവം മനസ്സിലായില്ല. ഇനിയിപ്പം പിള്ളേരെ രക്ഷിക്കാം. അത് മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മുടെ പെന്നിവേസ് എൻ്റർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് എൻട്രി അത് മാരകമാണ്. ഇത് ആദ്യത്തെ ഫസ്റ്റ് എൻട്രി കാണാം. ഫയറിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെലങ്കയൊക്കെ ഇട്ട് വരുന്ന പോലെ ഒരു സൗണ്ടൊക്കെ വന്ന് എൻ്റെ ദൈവമേ പേടിച്ചു പോയി ഞാൻ. അവിടെ വന്ന ഒരു പെൺകുട്ടിയുമായി വരും മകളെ ഞാൻ പുറത്തെത്തിക്കാം. അപ്പോഴേ കൈ കൊടുത്ത അവൾ തീർന്നു. അവളെ കാര്യം അപ്പോഴേ തീരുമാനമായി. ഇതിനിടയിൽ പിള്ളേർ 4 സൈഡും കിടന്ന് ഓടുന്നു. എങ്ങോട്ട് പോകാൻ 4 സൈഡും വേറെ വഴിയൊന്നുമില്ല. അപ്പോഴാണ് അവിടെ പെന്നിവേസ് ഇങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ കൊച്ചു മറ്റേ പെണ്ണ് കണ്ട് എന്താ മോളെ ഇവിടെ പെന്നിവേസിന് കോള് തന്നെ. ഒരെണ്ണം ചത്ത് കഴിഞ്ഞാൽ അടുത്തത് ഓരോന്നേരം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം. പോകാൻ വേറെ വഴിയില്ലല്ലോ. എല്ലാത്തിനെയും കൊന്നിട്ടേ പെന്നിവേസ് വയ്ക്കാനോടത്ത് പോകുള്ളൂ. പെന്നിവേസിന് കിടന്ന് ഓളപ്പോഴേ തിരിഞ്ഞോടി. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണം. അതിൻ്റെ അകത്ത് പെന്നിവേസ് കിടന്ന് കാണിക്കണം കാണണം. ദൈവമേ രോമാഞ്ചം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോഴത്തേക്കും നമ്മുടെ മെൻ്റലിസ്റ്റ് അവിടെ എത്തി. മെൻ്റലിസ്റ്റിനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു നമ്മുടെ പെന്നിവേസ് വന്നത്. അദ്ദേഹം വന്ന് മെൻ്റലിസ്റ്റ് വിളിച്ചുണർത്തിയതല്ലേ. അദ്ദേഹം പെന്നിവേസ് ചോദിക്കുകയാണ്, മോനെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ, അത് എല്ലാവരെയും കാണുന്നുണ്ടല്ലോ മരിച്ചു പോയാൽ, എന്നാലും ഇനി അവർക്ക് നിന്നെയും കാണാമെന്ന് പറഞ്ഞു. എത്രയും പറഞ്ഞ് പേടിപ്പിച്ചങ്ങ്. അപ്പോഴേക്കും അവൻ്റെ കളി അങ്ങ് പോയി. അങ്ങനെ ചത്തുപോയ എല്ലാ പ്രേതങ്ങളും അവനെ ആകർഷിച്ച് അങ്ങ് വരാൻ തുടങ്ങി. ഇനി അവനെ മാനസികമായി തകർക്കണം. അതാണ് പെന്നിവേസിന് വേണ്ടത്. അവനെ കൊല്ലൂല, അവനെ ജീവനോട് കത്തിക്കും അവനെ എഴുത്ത്. അതുമല്ല ഇവനെ വെച്ച് വേണം മറ്റേ ഒളിപ്പിച്ചിട്ടിരിക്കുന്ന പിള്ളേഴ്സ് തകർക്കാൻ. അതിനുവേണ്ടി മാത്രമാണ് ഇവനെ മാനസികമായി തകർക്കുന്നത്. മറ്റുള്ള അവന്മാർ വെളിയിൽ തന്നെ ഉണ്ട്. ഇത് ഉള്ളിൽ കത്തിച്ച് ചെയ്തിട്ടേ അവന്മാർ പോകുള്ളൂ. അതുകൊണ്ട് വെളി പറഞ്ഞവർ അപ്പോഴും അവന്മാർ വെടിവെച്ച് കൊല്ലും. പക്ഷേ ഇതിലെ പിന്നെയും ഹൃദയം വരഞ്ഞു പോയി നമ്മുടെ ചെറുക്കൻ്റെ കാര്യമാണ്. പാവം ഇതിൽ പെട്ടുപോയി. എന്തിനു ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ. എങ്ങോട്ട് പോകും. ചെറുക്കനൊന്നും വരുത്തരുത് എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ചെറുക്കനും ആ പെണ്ണിയെ തന്നെ കുഴപ്പമില്ല, ചാണകം ചാവട്ടാണ്. ചെറുക്കനൊന്നും വരുത്തരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ അവിടെ ഫ്രിഡ്ജ് കണ്ടു. 2 പേർ ഇരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് കരുതി ആ പ്രണയിനെ പിടിച്ച് അവൻ അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് അതങ്ങ് അടച്ചു കളഞ്ഞ് അലവലാതി. എൻ്റെ മറ്റേ പട്ടയിലേക്ക് കയറി കളഞ്ഞ്. ദുഷ്ടൻ. അവരതിൻ്റെ അകത്ത് ഇരുന്നത്. അവൾ ചത്തുപോയാലും കുഴപ്പമില്ലല്ലോ, അവരൊന്നും സംഭവിക്കില്ലല്ലോ. ഇതിപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ അവളെ ഫ്രിഡ്ജിൻ്റെ അകത്താക്കി അതിൻ്റെ മണ്ടയിലും കയറി ഡോറടിച്ച് കിടന്നു. ടൈറ്റാനിക്കായിരുന്നു എനിക്ക് ഓർമ്മ പോകുന്നത്. എന്ത് ചെയ്യാതെ അവിടെ ശ്വാസം മുട്ടി ചത്താൽ മതിയായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ അതിൻ്റെ മണ്ടയിൽ കിടന്ന് അവൻ്റെ പ്രണയം അവളോട് പറയുകയാണ്. ആദ്യമായി അവൻ സ്കൂളിൽ വന്നതും അതിനുശേഷം അവളെ കണ്ടതും അവളെ കണ്ട കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവൻ പറയുകയാണ്. അതൊക്കെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നാണ് അവളോട് ചോദിച്ചത്. എന്നിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അവളെ തിരിച്ച് പറഞ്ഞ് ഇഷ്ടമാണെന്ന്. അങ്ങനെ അവരുടെ പ്രണയം അവിടെ തുറന്ന് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിലും ഇത്രയും സന്തോഷിച്ചപ്പോഴേ വിചാരിച്ചവരെന്തോ വരാണ്ടെന്ന്. ഒന്ന് വരുത്തല്ലേ ഇതായിരുന്നു എൻ്റെ എപ്പോഴും പ്രാർത്ഥന. എന്തായാലും പെന്നിവേസിൻ്റെ കൊല്ലും ഇത് കാര്യത്തിൽ തീരുമാനമായി. ഈ സമയം വെളിയിൽ നമ്മുടെ നാട്ടുകൂട്ടം പരിപാടി കഴിഞ്ഞ് എല്ലാവരും ചത്തൊടുങ്ങി എന്ന് കരുതി അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയാണ്. അപ്പോൾ ബാക്കിയെല്ലാം പോയി. ഒരുത്തൻ്റെ കാർ മൊത്തം സ്റ്റാർട്ടാകത്തില്ല. അതിൽ കുറേ സിനിമകളിൽ അങ്ങനെയാണല്ലോ പണ്ടേ. അവസാനം ഒരുത്തൻ കാണാം, അവനായിരിക്കും സ്ഥിരം ഏരാം. അങ്ങനെ കാറൊക്കെ തുറന്ന് നോക്കി വന്നപ്പോഴാണ് കടലിനുള്ളിൽ നിന്നും ഒരു യുവതി, നമ്മുടെ സ്വന്തം പെന്നിവേസിൻ്റെ മകൾ പെന്നിവേസിനെ തേടി അച്ഛനെ തേടി അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കാർ നന്നായിക്കൊണ്ടിരുന്ന ആ കിളവൻ കാണുന്നത്. ഇതെൻ്റെ പെണ്ണുപിള്ളയല്ലേ, ഇവിടെ എന്തൊരു പരിപാടി, ഈ കത്തിവേഷത്തിൽ എന്തൊരു മൂത്രകാന്തിരുത്, എന്തൊരു വാരി ഇട്ടേക്കണം, വീട്ടിൽ ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അങ്ങനെ വൻ വിഷയത്തിൽ നിൽക്കണം. ഇവിടെ അവളെ കൊല്ലാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ ആടെ ചോദിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങി എന്നായിരുന്നു നേഴ്സിനോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ മകൾ പറയുകയാണ്, ഇതാണ് എൻ്റെ യഥാർത്ഥ വേഷം, ഞാൻ എൻ്റെ അച്ഛനെ തേടി, അതാ എൻ്റെ അച്ഛൻ എന്ന് പറയാൻ പെന്നിവേസ് അങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നു. അതും ഒരു വാളല്ല, ഒരു വാക്കത്തി ഇറച്ചി വിടുന്ന കത്തി, അത് തന്നെ, അതാണ് സംഭവം. ആദ്യമായിട്ട് പെന്നിവേസ് ഇങ്ങനെ എൻട്രിയാണ്. അത് കത്തിയൊക്കെ ആയിട്ട് അങ്ങനെക്ക് പേടിക്കേണ്ട ഒരു അവസരം പോലും കൊടുത്തില്ല. ഒരൊറ്റ വെട്ടം, തലയുടെ പകുതി അങ്ങ് താഴെ കിടക്കണം. പിന്നെ വളരെ ആസ്വദിച്ച് പെന്നിവേസ് അത് ആഹരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തല. അങ്ങനെ പെന്നിവേസ് ചവച്ചുകൊണ്ട് അവളെ മോളെ നോക്കണം എന്ന് പറയണം. അച്ഛാ ഇതെൻ്റെ പ്ലാനായിരുന്നു, ഞാനാണ് ആ തിയേറ്റർ ഉടമ ഇവിടെ ഉണ്ടെന്ന് ഇവർക്ക് ടിപ്പ് കൊടുത്തത്. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ, സന്തോഷമായില്ലേ? എനിക്കറിയാമായിരുന്നു ഇങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ ഉറപ്പായും ഇവിടെ വരുമെന്ന്, എനിക്ക് കാണാൻ കഴിയുമെന്നും. ഓഹോ, ഇപ്പോഴാണ് പെന്നിവേസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവൾ കൂടെ ഉണ്ടെങ്കിൽ ധാരാളം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോളേ വരൂ, അച്ഛൻ വന്നു. അങ്ങനെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ മകൾ അച്ഛൻ പണ്ട് പഠിപ്പിച്ചെന്ന കാര്യങ്ങളെല്ലാം അച്ഛന് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ പെന്നിവേസ് സന്തോഷത്തോടെയും മകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു അച്ഛനും മകളുമായുള്ള ബന്ധം വളരെ ദൃഢതയേറിയ ഒരു ദൃശ്യമായിരുന്നു അത്. അതിനുശേഷം കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്വന്തം മക്കളെ. വരൂ, ഇനി ആലിംഗനം ചെയ്യൂ. അതിനുശേഷം അവളെ സമാധാനിപ്പിച്ച് തിരിച്ചു പോകാൻ നോക്കുകയാണ്. അങ്ങനെ മോളെ ഫുഡടിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇനി 27 വർഷം കഴിഞ്ഞ് കാണാം, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തിരിഞ്ഞു പോകാൻ ഉടനെ മകൾ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, അച്ഛാ അങ്ങനെ അങ്ങ് പോയാലോ, ഇനി ഞാൻ അച്ഛനെ പോകാൻ അനുവദിക്കില്ല, അച്ഛൻ എന്നെ ഇനിയും ഉപേക്ഷിച്ച് പോകരുത്. ഇതോടെ കേട്ടപ്പോൾ പെന്നിവേസ് തിരിഞ്ഞൊരു നോട്ടം. അത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇതെൻ്റെ അച്ഛനല്ല, താങ്കൾ ആരാണ് എന്ന് ആ യുവതി ചോദിക്കുകയാണ്.
അപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ അച്ഛനാണ് മക്കളെ. ഇത്രയും വർഷമായിട്ടും അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾ അവിടെ തൻ്റെയല്ല എന്ന്. ഇതെൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കഴിഞ്ഞു വരികയാണ് അവൾ. അപ്പോഴും പിന്നെ ഞാനല്ലെന്നോ, എന്താണ് മക്കളെ ഈ പറയുന്നത്? എൻ്റെ അച്ഛനെ കാണാൻ നിനക്ക് അറിയില്ലേ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിൻ്റെ അച്ഛനെ ഞാൻ ജീവനോടെ തിന്നെന്ന്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അദ്ദേഹമുണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടി അദ്ദേഹം കൈപൊക്കി വിളിക്കുകയാണ്, എൻ്റെ മകളെ മടങ്ങി വരികയെന്ന്. ഞാൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. ഇനിയിപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കി എനിവേസ് അപ്പോഴേ അവൾക്ക് ദിവ്യ വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ്. തീർന്നു. അങ്ങനെ എല്ലാവർക്കും ഈ ദിവ്യ വെളിച്ചം കാണാനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. അതും പെന്നി വിഷയം തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ചിലർക്ക് ഈ അവസരം ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അഭിമാനിക്കാം ഇക്കാര്യത്തിൽ. അവളെ കൊന്നില്ലല്ലോ, അവളെ കൊല്ലുമായിരിക്കും മിക്കാറതിൻ്റെ ഒന്ന്. പിന്നീട് പിറ്റേന്ന് രാവിലെ ആ ഗ്രാമം ഞെട്ടി ഉണർന്നത് ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട്. ഒരു വീട് നിന്ന് കത്തി ധാരാളം പേർ മരിച്ചു. എത്ര പേരെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തി. അവിടെ വന്നപ്പോൾ ആ പെണ്ണെ രക്ഷപ്പെടുത്തി. പെണ്ണ് ജീവനോടെ ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ആലോചിക്കുകയാണ്, ഇനി കൂടെ ഉണ്ടായിരുന്നവൻ ഇവിടെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ പിറകെ കിടക്കുന്നു ചെറുക്കൻ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ഹൃദയം തകർന്നപ്പോഴേ തീർന്നു. അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. നോക്കിയപ്പോൾ അവിടെ ഇരിക്കണം ചെറുക്കൻ, അങ്ങനെ ഇരുന്ന് മരിച്ചു. പെന്നി വീഴ്ച കൊന്നില്ലല്ലോ എന്നാണ് നമ്മൾ അവിടെ ആഗ്രഹിക്കേണ്ടത്. എനിക്കറിയായിരുന്നു അവന്മാരിങ്ങനെ ചെയ്ത് ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു പാട്ടുകൾ. പോട്ട് കുഴപ്പമില്ല, അവന് പെന്നി വീഴ്ച കൊന്നില്ലല്ലോ, അതിലത്രയും സന്തോഷമായിരിക്കും. അവൻ ശാന്തമായി, അവന് സ്വർഗം ലഭിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടി, അത്രയും മതി എനിക്ക്, അത്രയും മതി. എവിടെയായിരുന്നു ചാവാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇവന് വേണ്ടി ഏകദേശം കുറച്ച് സമയം ഒരു ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു അവരുടെ. സാധാരണ ആര് ചത്താലും മൈൻഡ് ചെയ്യാത്തതാണ് അവന്മാർ. ഇവന് വേണ്ടി ഒരു പ്രത്യേക ട്രിബ്യൂട്ട് തന്നെ അവർ കൊടുത്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ഒരു ക്യാരക്ടർ മരിച്ചപ്പോഴും ഇങ്ങനെ ട്രിബ്യൂട്ട് അവർ കൊടുത്തിട്ടില്ല. പക്ഷേ അവന് കൊടുത്തു. ധാരാളം സമയം അവന് വേണ്ടി ചിലവഴിച്ചു. മറ്റേ പെണ്ണുമ്പോൾ ചത്തല്ല, ജീവനോട് ഉണ്ടാവണം. വാട്ട് ബോൾ കണ്ണൂർന്നോടെ കിടക്കരുത്, പിള്ളേരെ കണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മെൻ്റലിസ്റ്റിനെ കൊന്നില്ല മെൻ്റലിസ്റ്റിനെ മനഃപൂർവ്വം കൊല്ലാതെയാണ് അവനെ വെച്ചിരുന്നതാണ്. അവനെ എനിക്ക് മറ്റേ കല്ല് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം അവനൊന്നും ചെയ്തില്ല. അതേസമയം നമ്മുടെ കല്ലുകൾ കുഴിച്ചിട്ട ടീംസ്, പരമ്പരാഗതമായി കല്ലുകൾ സംരക്ഷിച്ചു വരുന്ന ടീംസ് വട്ടമേശ സമ്മേളനം. അങ്ങനെ നമ്മുടെ പെന്നി വൈസിൻ്റെ ഈ വർഷത്തെ 27 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുരുതി അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിതിൽ സന്തോഷിക്കാം. ഇനി അടുത്ത 27 വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും മറ്റൊരു വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടാവുന്നതാണ്. ശേഷം അല്പനേരം ദുഃഖാചരണം ഉണ്ടായിരുന്നു. ഇത്രയും പേര് മരിച്ചതല്ലേ. ഇനി അടുത്ത 27 വർഷം കഴിഞ്ഞ് കുറച്ച് പേര് മരിക്കും. അപ്പോഴും ഇതേപോലെ ദുഃഖാചരണം നടത്തണം എന്ന് കരുതി അവർ വീണ്ടും ദുഃഖാചരണത്തിന് ശേഷം പിരിഞ്ഞു. അവർ സമാധാനപരമായി. ഇപ്പോഴേക്കും നമ്മുടെ മെൻ്റലിസ്റ്റ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ സ്പോട്ട് ചെയ്തു. കറക്റ്റ് സ്ഥലം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വിദഗ്ധമായി കണ്ടെത്തി. അത് നമ്മുടെ സംരക്ഷകൻ്റെ തലവരുടെ സഹായം കൊണ്ട് അവരെ പ്രയത്നത്തിന് ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചു. ഇതേസമയം നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ, അതും ഭയം തീരെയില്ലാത്ത, പേടിത്തൊണ്ടനെ അല്ലാത്ത നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയിന് നീ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയാൽ നിൻ്റെ കാലിൽ മാത്രമല്ല നിൻ്റെ തല ഞാൻ വെട്ടും എന്നായിരുന്നു അറിയിച്ചത്. അപ്പോൾ ഇനി വയസ്സായിരിക്കില്ല, നിൻ്റെ അമ്മയായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത്. ഇനിമേലെ നീ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിപ്പോകരുത്, സംസാരിക്കുന്നുണ്ട്. ചാവാതെ കിട്ടിയതിൻ്റെ ഭാഗ്യം അന്നേ അങ്ങേര് പറഞ്ഞപ്പോഴേ പിടിച്ച് കിട്ടിയാളായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞു, നമ്മൾ ചാവാത്ത ഭാഗ്യം അടുത്ത നേരം നീ കണ്ടോ, അടുത്ത് നീ ചാവുന്നു, നീ കൊന്നിട്ട് ഞാൻ വിടും. ഇതിൽ ഇവൻ മാത്രമല്ല ചാവാത്തത്, നമ്മുടെ തിയേറ്ററുടമയും ചത്തിട്ടില്ല. ആ വീട് നിന്ന് കത്താൻ കാരണം ഇങ്ങേരാണ്. ഇങ്ങേർക്കൊന്നും പറ്റില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. അതാണ് സത്യം. പെട്ടെന്ന് ചാഴത്തുള്ള ഹാപ്പി ആയിട്ട് നടപ്പുണ്ട് അവിടെ. അലവലാതി. ഇതേസമയം നമ്മുടെ സ്ത്രീജനങ്ങൾ കറങ്ങാൻ ഇറങ്ങി. മറ്റാരെയും കാണാനില്ല, നമ്മുടെ മാടമ്പള്ളിയിലെ മനോരോഗിയെ കാണാൻ. പറയുമ്പോൾ അതിനെ കണ്ടില്ലല്ലോ. അങ്ങനെ അതങ്ങനെയാണ്. ചാവാൻ നേരത്തെ അവളെ കാണാനല്ലോ, എല്ലാത്തിനെ കൊന്നാലും അവളെ ജീവനോടെ കാണാം. അവൾ മറ്റേ കല്ലും കെട്ടിപ്പിടിച്ച് പൂത്തിനെ നിധികാക്കും പോലെ അങ്ങ് ഇരിക്കുകയാണ്. അവൾക്ക് പ്രാന്തായി അത് കയ്യിൽ വെച്ച്. അവൾ സൈക്കോയി മാറിയെന്ന് തോന്നുന്നു പൂർണ്ണമായി അവൾ. അങ്ങനെ അവർ ആ ദുഃഖവാർത്ത തൻ്റെ കൂട്ടുകാരിയെ അറിയിക്കുകയാണ്. അവൻ പോയി. പാവം ചെറുക്കായി. അത് കേട്ട് അവൾ പറഞ്ഞു, അവനും കല്ലും വെച്ച് വീട്ടിൽ മിണ്ടാതിരുന്നിട്ട് അവളെ ചെറുക്കൻ ചത്തുപോയി. അവളെ കല്ല് പിടിച്ച് അവളെ തലയിട്ട് അടിച്ചു കൊടുക്കണ്ടേ അവിടെ. അതുകൊണ്ട് പോയിരുന്ന ആ ചെറുക്കനെങ്കിലും രക്ഷപ്പെട്ടത്. ഒരു 10 വയസ്സിൽ പോയില്ല ദൈവങ്ങളെ കൊണ്ട്. എന്നാൽ നമ്മുടെ സൈനികർക്ക് ആ നാട് നിന്ന് കത്തിയാലും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവർ കുഴിച്ച് അവസാനം സാധനം കണ്ടെത്തി. അതും മറ്റൊന്നിലുമല്ല, അന്ന് കുഴിച്ചിട്ട് അതേ ആമത്തോടിനുള്ളിൽ. ആമത്തോട് ഇപ്പോഴും വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു, ഇത്രയും വർഷം കഴിഞ്ഞിട്ടിപ്പോൾ. അത് അങ്ങനെയാണല്ലോ, ആമയാണല്ലോ ഇവരുടെ പൊതുവായ സംരക്ഷകർ. അങ്ങനെ എന്തൊക്കെയാണല്ലോ വന്നിരുന്നത്. വലിയ ലെജൻഡറി സ്റ്റോറിയാണല്ലോ. അങ്ങനെ അവർ ഞെട്ടിപ്പോ ആ കല്ല്, മറ്റേ കല്ലിൻ്റെ വലിയൊരു കല്ല്, അതിലേറെ എന്തൊക്കെയോ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കല്ല് അവർ വീണ്ടെടുക്കുകയാണ്. കല്ല് കിട്ടിയപ്പോഴേ ലവ്മാരെ സ്വഭാവം അങ്ങ് മാറി. ആ സാധനം നേരെ ബേസിലോട്ട് കൊണ്ടുപോയി. മറ്റേ പേടിത്തുണ്ട അച്ഛനെ അപ്പോഴേ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാം, ശരി മോനെ ബൈ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. സാധനം അവന്മാർ കൊണ്ടുവന്ന് നശിപ്പിക്കാനായിരുന്നു. നേരെ ആ കല്ല് ഉരുക്കി നശിപ്പിക്കാൻ വേണ്ടിയാണ് അവന്മാർ പ്ലാൻ. എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല, അത് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സാധനം ഇങ്ങനെ ലാവയിലിട്ട് ഉരുക്കി ഇടാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ പേടിത്തൻ്റെ അച്ഛൻ ഒരു തോക്കുമായി അവിടെ ചാടി വീഴുന്നത്. അനുവദിക്കില്ല, ഞാൻ എൻ്റെ ജീവനോടെ ഞാൻ ഉള്ളിടത്തുള്ള കാര്യം ഒരുത്തരും ആ കല്ലൊന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു തോക്കുമായി ചാടി വീഴണം. സമ്മതിക്കില്ല ഞാൻ. അപ്പോഴേ അവൻ്റെ സീനിയർ ഓഫീസർ
തോക്ക് താഴെ കളിക്കലെ, തോക്ക് വെച്ച് കളിക്കലെ, ഇത് ഏരിയ വരെയുടെ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ തൻ്റെ ഉയർന്ന ഓഫീസർക്ക് നേരെ അവൻ തോക്ക് ചൂണ്ടും എന്ന് പറഞ്ഞ് നോക്കാനും മറ്റേ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മെയിൻ ബോസ് അവിടെ നിന്ന് മോനെ അവനെയും കയറ്റിവിടാം, മോളെ കയറ്റിവിടാം, ഇവ സമ്മതിക്കില്ലെന്നും വലിയ കാര്യം ചെയ്യാൻ നേരത്ത് അങ്ങേർക്ക് ദേഷ്യം വന്നിരിക്കണം. അങ്ങനെ അവൻ തോക്ക് താഴെ പറഞ്ഞ് തോക്ക് താഴെയിട്ട് അങ്ങേരെ കാണാൻ പോയി. അപ്പം മകനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഇത് ഞാൻ നശിപ്പിക്കും. സംഭവം ഇത് റഷ്യ കൊണ്ടുവരാനല്ല, എനിക്ക് ഈ അമേരിക്ക മുഴുവൻ ഈ ഡയറി പോലെ ആക്കണം. ആൾക്കാരെ പേടിപ്പിച്ച് എൻ്റെ കൺട്രോളിൽ, അദ്ദേഹത്തിൻ്റെ കൺട്രോളല്ല, എന്നാലേ ആൾക്കാർക്ക് പേടി ഉണ്ടെങ്കിലേ സമാധാനം നമുക്കുണ്ടാവും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിന് ചിലപ്പം കുട്ടികൾ ചാവേണ്ടി വരും, പിന്നെ വയസ്സ് 60,000 ലക്ഷം കണക്കിന് വരെ കൊന്നു വരും, അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ നമ്മൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുരാഗ്രഹം. അപ്പോഴേ പറയണം, നിങ്ങൾക്ക് ഭ്രാന്താകളാ. തോക്ക് ചൂടന്നെ അപ്പോഴേ അസിസ്റ്റൻ്റ് അവിടെ എത്തി, തോക്ക് താഴെ എടുത്ത് ഇറങ്ങി ഓളാ പറഞ്ഞ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്തു, ഇനി നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു, നീ വീട്ടിൽ പൊയ്ക്കോ. അവനെ അപ്പോഴേ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ബോസ് അങ്ങേരോട് പറയുകയാണ് മറ്റേ അസിസ്റ്റൻറ്റിനോട്, ഇവൻ ഡെറി വിട്ട് വെളിയിൽ പോകരുത്, ഇവിടെ തീർത്തേരാ, ഇവിടെ തീർക്കുള്ള എല്ലാ പദ്ധതികളും അങ്ങേര് ഇങ്ങനെ പിറകുന്ന കരുക്കൾ നിൽക്കുകയായിരുന്നു. ഈ സംഭവം അങ്ങനെ നശിച്ചു. കല്ലങ്ങനെ നശിപ്പിച്ചവന്മാർ. കല്ല് നശിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയിക്കേണ്ട കാര്യമല്ലോ. സ്വാഭാവികമായിട്ടും പെന്നിവൈസ് ഒരു വൃത്താകൃതിയിലുള്ള ലോക്കിലായിരുന്നു, ഒരു ലോക്ക് അങ്ങ് മാറി, ഇപ്പം അവിടെ ഒന്നുമില്ല, പുറത്തു പോകാൻ ഒരു വഴിയായി. പെന്നിവൈസ് ഉണർന്നു. ഇത് തന്നെയായിരുന്നു പെന്നിവൈസിന് വേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ പേടിയില്ലാത്തവൻ വീടാന്തരം തെണ്ടി തിരിഞ്ഞ് നടക്കണം, കാരണം വെളിയിൽ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു കോലെടുക്കും, നോക്കിയപ്പോൾ കാമുകി. ഓ മൈ ഡിയർ, വിഷമം കാണും, അപ്പം ഈ മരിച്ചതല്ലേ, പറഞ്ഞോളൂ, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ശബ്ദത്തിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം. ഇതെന്താ ഇങ്ങനെ മനസ്സിലായി, കാമുകി അല്ല വിളിക്കുന്ന എന്ന് അപ്പോഴാണ് മനസ്സിലായ ഇത് പെന്നി വയസ്സാണ്. നടക്കൂല, എന്നെ പേടിപ്പിക്കാൻ പറ്റൂല, എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ പേടിച്ചിരിക്കും അടുത്ത്, അതുകൊണ്ട് ഞാൻ ഇനി പേടിക്കൂല എന്ന് പറഞ്ഞു. ചെറുക്കൻ്റെ കൺട്രോൾ അങ്ങ് പോയി. പെന്നി വയസ്സിനോട് ദേഷ്യപ്പെടാൻ ഇത്ര ധൈര്യം കാണും അവന് പേടിപ്പിക്കാൻ. അങ്ങനെ ചെറുക്കൻ മാസമായെന്നൊക്കെ വിചാരിച്ച് തിരിഞ്ഞു നോക്കാനും പെന്നി വയസ്സ് ഇട്ടിരിക്കണേ. മോനെ പേടിയില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് ചെറുക്കൻ, അതുകൊണ്ട് ചെറുക്കന് വിളിക്കാനും പറ്റില്ല, സൗണ്ട് വെളിയിലും പറഞ്ഞില്ല. പെന്നി വയസ്സിനൊക്കെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞൂടാ. ഇത് കണ്ട് പേടിച്ച് ചെറുക്കൻ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് പെന്നി വയസ്സ് വാങ്ങി തുറന്നത്. നിനക്ക് പേടിക്കാൻ അവസാനം ഞാൻ തരുവുണ്ട. അങ്ങനെ ചെറുക്കനെയും ദിവ്യ വെളിച്ച് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ ദിവ്യ വെളിച്ചം കണ്ട് മനോധൈര്യം നഷ്ടപ്പെട്ട് ഇങ്ങനെ എന്ത് സംഭവിക്കും എന്നറിയാതെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എന്തെങ്കിലും വലുതായിട്ട് എന്തോ വരുന്നുണ്ട്. അപ്പോൾ സഹൃദയരെ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. സമയമുണ്ടെങ്കിൽ എല്ലാവരും ഡെറിയുടെ എപ്പിസോഡ് 7 പോയി കാണുക. മാരകമായിട്ടാണ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ.